ചെറുകളത്തിൽ മാത്യു MSFS രചിച്ച ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ധ്യാനോപാസകർക്കും ധ്യാന വ്യാഖ്യാതാക്കൾക്കും ഒരു കൈപ്പുസ്തകമാണ്. അധ്യായം 1. ആത്മദർശനത്തിന്. നീ സമചിത്തനായിരിക്കുക, അധികം സഹിക്കുവാൻ അരമുറുക്കിക്കൊള്ളുക. മിശിഹാനുകരണം പുസ്തകം 3 അധ്യായം 57 നമ്പർ 3. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മത്തായി 16:24 മുതൽ 28 വരെയുള്ള വചനങ്ങൾ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയർത്തുന്നില്ലേ? ഈശോയുടെ വചനങ്ങൾ മാധുര്യമുള്ളതും കൈപ്പേറിയതും ഹൃദയത്തിൽ നിന്നും ലോകമെമ്പാടും മാറ്റൊല്ലിക്കൊള്ളേണ്ടതുമാണ്. ലോകത്തിൽ പല വ്യക്തികളെയും തകിടം മറിച്ച് മഹാത്മാക്കളാക്കി തീർത്ത വചനങ്ങളാണ് അവ. മനുഷ്യകുലത്തിനും ലോകം മുഴുവനും നന്മകൾ വാരി വിതറുവാൻ തക്ക ധൈര്യം പലർക്കും ഈ വചനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ജീവൻ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? മത്തായി 16:26. വിശുദ്ധരെ ഉണർത്തിയ വചനമാണിത്. എന്റെ ജീവിതത്തിൽ അപ്പോൾ എന്നെ വിനയാന്വിതനാക്കിയ വചനമാണിത്. നിങ്ങൾക്കും ഈ വചനത്തിന്റെ ഉൾപ്പൊരുൾ ലഭ്യമാകട്ടെ. മൂഢനും സ്വാർത്ഥമതിയും ലൗകിക തൃഷ്ണയാൽ മുഴുകിയിരിക്കുന്നവനും അഹങ്കാരിയും ഒക്കെ ഈ വചനം വായിച്ചാൽ വിഷമുള്ളിനു മുകളിൽ കയറി നിൽക്കുന്ന അനുഭവമുണ്ടാകും. സ്വജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നശിപ്പിക്കും. മത്തായി 16:25. യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്റെ ഹൃദയത്തെ പരിശോധിച്ച് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കും. എന്നെ പ്രതി സ്വജീവൻ നശിപ്പിക്കുന്നവൻ അത് കണ്ടെത്തും. മത്തായി 16:25b. കക്ഷത്തിലിരിക്കുന്ന നിന്റെ സമ്പത്തും പണവും, നീ സ്നേഹിക്കുന്ന അധികാരവും, നീ ഇഷ്ടപ്പെടുന്ന സ്ഥാനമാനങ്ങളും, മറ്റുള്ളവരുടെ പുകഴ്ത്തലും, നിന്റെ കഴിവുകളും, അസത്യത്തോടുള്ള കൂട്ടുകെട്ടും, ലോകം നൽകുന്ന അഭിനന്ദനവും അഭിമാനവും, നിന്റേതെന്ന് നീ കരുതുന്നവയും ഉപേക്ഷിച്ചിട്ട് നിന്റെ കരങ്ങളും മനസ്സും ദൈവത്തിങ്കിലേക്ക് ഉയർത്തിയാൽ അനശ്വരമായ ദൈവരാജ്യവും നീതിയും ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിനക്ക് നേടി അനുഭവിക്കാം. 5 കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അതായത് തന്നെ പരിത്യജിക്കുക, ദൈനംദിന കുരിശെടുക്കുക, യേശുവിൽ വിശ്വസിക്കുക, ഈശോയെ പ്രതി നിന്റെ ജീവനെ നഷ്ടപ്പെടുത്തുക, ദൈവവചന സ്നേഹിക്കുക. ഞാൻ എന്നെ സ്നേഹിക്കുന്നത് സ്വാർത്ഥതയാണോ? അല്ല. തന്നെ മനസ്സിലാക്കി സ്നേഹിക്കുന്നത് സ്വാർത്ഥതയല്ല. ഞാൻ എന്നെ സ്നേഹിക്കുകയും എന്നോട് ക്ഷമിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ആർക്ക് എന്നെ ആവോളം സ്നേഹിക്കുവാനോ എന്നോട് ക്ഷമിക്കുവാനോ കഴിയും? എന്നെ സംരക്ഷിക്കുവാൻ എനിക്ക് കടപ്പാടുണ്ട്. പക്വമായ ജീവിതത്തിന്റെ ഭാഗമാണ് സ്വയം സ്നേഹിക്കുക എന്നത്. ഞാൻ എന്നെ മതിയാകുവോളം സ്നേഹിച്ചാൽ എനിക്ക് മറ്റുള്ളവരെ വേണ്ടവിധം സ്നേഹിക്കുവാൻ കഴിയും. സ്വയം ക്ഷമിക്കുമ്പോൾ മറ്റുള്ളവരോടും സൗഹൃദവും ക്ഷമയും പ്രകടിപ്പിക്കുവാൻ എനിക്ക് ശക്തി നൽകുന്നു. തന്റെ സൗന്ദര്യവും നന്മയും കഴിവുകളും മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റുള്ളവരെയും അവയിൽ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയൂ. CNIയിലെ വിശുദ്ധ കാതറിൻ പറയുന്നു, ഞാനാണ് ലോകത്തിലെ ജനങ്ങളല്ല യഥാർത്ഥ പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് ദിനപത്രമായ ഡെയിലി വർക്കറിന്റെ എഡിറ്ററായിരുന്ന ലൂയിസ് ബുഡൻസിനോട് ഫുൾട്ടൻ ജേഷീൻ ആത്മാവിനെ കുറിച്ച് സംസാരിച്ചതിന്റെ ഫലമായി അന്നു മുതൽ ബുഡൻസ് അസ്വസ്ഥനായിരുന്നു. ആത്മാവ് നഷ്ടമായാൽ എന്തു പ്രയോജനം? സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ചിന്തിക്കാത്ത കാര്യം. ലൂയിസ് ബുഡൻസ് ആത്മാവിനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ തുടങ്ങി. താമസിയാതെ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള പഠനം അദ്ദേഹത്തിന് ചില ഉൾക്കാഴ്ചകൾ നൽകി. വിശ്വാസം, ആത്മാവ്, രക്ഷ, സാക്ഷ്യം നൽകൽ ഇവയെക്കുറിച്ചുള്ള ഗഹനമായ അറിവ് അദ്ദേഹത്തിന് സ്വന്തമായി. അദ്ദേഹം മാനസാന്തരപ്പെട്ട് വിശ്വാസം സ്വീകരിച്ചുവെന്ന് പറയപ്പെടുന്നു. അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച ദൈവം ഒരുക്കിയതായിരുന്നു. സഹനദാസനായ മിശിഹ വിരോധാഭാസമല്ല, മറിച്ച് ദൈവത്തിന്റെ വാഗ്ദാനമായ പൂർത്തീകരണമാണ്. ഈശോയെ അറിയുക എന്നാൽ തന്നെ അറിയുക എന്നാണല്ലോ. ദൈവവും ഞാനും അഭേദ്യമായി ബന്ധപ്പെട്ട് അത്യാവശ്യമാണ്. ഭക്തജീവിതാഭ്യാസത്തിൽ നാം എന്നും വളരണം. ദൈവത്തിന് നമ്മുടെ മേൽ ഓരോ പ്രത്യേക പദ്ധതിയുണ്ട്. ഈ ലോക ജീവിതത്തിലെ ഓരോരുത്തർക്കും പ്രത്യേക ചുമതലകളും ഉത്തരവാദിത്വങ്ങളും വിളിയുമുണ്ട്. ശിഷ്യത്വത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ ആത്മദർശനം നൽകും. സഹിക്കുന്ന രക്ഷകൻ ഒരുവന്റെ ജീവിതത്തിൽ വിരോധാഭാസമാവാതിരിക്കട്ടെ. ആകയാൽ എല്ലാ കാര്യങ്ങളും നീ ഒന്നാമതായി എനിക്ക് വേണ്ടി ഉദ്ദേശിക്കുക. എന്തെന്നാൽ സകലവും തന്നിരിക്കുന്നത് ഞാനാണ്. മിശിഹാനുകരണം പുസ്തകം 3 അധ്യായം 9:1.